6ാം ക്ലാസ്സിലെ മൽഹാർ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ മാതൃഭൂമി എന്ന കവിതയുടെ മലയാള വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. സോഹൻലാൽ ദ്വിവേദി എന്ന കവി രചിച്ച ഈ കവിതയിലൂടെ കവി തൻ്റെ മാതൃഭൂമിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ ജനിച്ചത് കവി ഒരു ഭാഗ്യമായി കരുതുന്നു. അദ്ദേഹം തൻ്റെ ജന്മഭൂമി പ്രകൃതി സൗന്ദര്യത്താൽ എത്ര അനുഗ്രഹീതമാണെന്ന് വർണ്ണിക്കുന്നു. ഈ കവിതയിൽ ഇവിടത്തെ പർവ്വതങ്ങളെയും വെള്ളച്ചാട്ടത്തെക്കുറിച്ചും വനത്തിൽ നിന്നുയരുന്ന പക്ഷികളുടെ കളകള ശബ്ദത്തെക്കുറിച്ചും കവി ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നു. കവിതയുടെ വിവരണം ഇപ്രകാരമാണ്. ആകാശത്തെ തൊട്ട് ഉയർന്നു നിൽക്കുന്ന ഹിമാലയ പർവ്വതം ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്നതായി കവി വർണ്ണിക്കുന്നു. കൂടാതെ ഹിമവാന്റെ പാദങ്ങളെ തഴുകിക്കൊണ്ട് പർവ്വത താഴ്വരയിലൂടെ നിത്യവും സിന്ധു നദി ആടി ഉലഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികൾ ചേർന്ന് ത്രിവേണി സംഗമം തീർത്ത് ഇങ്ങനെ അലയൊടിച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ പ്രകൃതിയുടെ ശോഭ നമ്മുടെ ഓരോ ചുവടുവയ്പിലും പരക്കുന്നതായി കാണാം. എൻ്റെ ഭൂമി എന്നത് പുണ്യഭൂമിയാണ്. സുവർണ നിറത്തിൽ വിളകളാൽ സമ്പുഷ്ടമായ ഭൂമിയാണ് എൻ്റേത്. ഞാൻ പിറന്ന എൻ്റെ ജന്മഭൂമിയാണിത്, എൻ്റെ മാതൃഭൂമി. യഥേഷ്ടം വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും പർവ്വതങ്ങളും കുറ്റിക്കാടുകളിൽ നിന്നുയരുന്ന പക്ഷികളുടെ കളകളാരവവും ജന്മഭൂമിക്ക് സൗന്ദര്യം കൂട്ടുന്നു. ഇടതൂർന്നു നിൽക്കുന്ന മാങ്ങാ മരങ്ങളും മരങ്ങളിൽ നിന്നുയരുന്ന കുയിൽ നാദവും മലയപർവ്വതത്തിൽ നിന്നും കാറ്റിലൂടെ വീശുന്ന ചന്ദനത്തിൻ്റെ സുഗന്ധവും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണർവേകുന്നു. വിവിധ മതങ്ങളാൽ സമ്പുഷ്ടമായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഭൂമിയാണ് മാതൃഭൂമിയായ എൻ്റെ ജന്മഭൂമി. ശ്രീരാമനും സീതാദേവിയും ജനിച്ച പുണ്യഭൂമിയാണിത്. പുല്ലാങ്കുഴലിൻ്റെ മധുരമായ നാദത്തിലൂടെ ഭഗവത്ഗീത കേൾപ്പിച്ച ശ്രീകൃഷ്ണൻ ജനിച്ച പുണ്യഭൂമിയാണിത്. ഗൗതമ ബുദ്ധൻ എന്ന പുണ്യാത്മാവിൻ്റെ ജനനം നമ്മുടെ ഭാരതത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. അഹിംസയുടെ തത്വം പഠിപ്പിച്ച് അജ്ഞത നമ്മളിൽ നിന്ന് അകറ്റി ലോകത്തിന് പ്രകാശം പരത്തിയ പുണ്യാത്മാക്കളുടെ ഭൂമിയാണിത്. ഒരേ സമയം മഹായുദ്ധങ്ങൾ നടന്ന യുദ്ധഭൂമിയും അഹിംസയുടെ പ്രകാശം പരത്തിയ ശ്രീബുദ്ധൻ ജനിച്ചതുമായ ശ്രേഷ്ഠവും പുണ്യവുമായ ഭൂമിയാണ് നമ്മുടെ മാതൃഭൂമിയായ ഈ ജന്മഭൂമി. ഇതാണ് കവിതയുടെ സാരാംശം.